ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പൊ നമ്മുടെ ഇഷ്ടപരമ്പര സാന്ത്വനം ഇന്ന് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു ഇന്ന് സാന്ത്വനം ഇല്ലെന്ന്. ഇന്ന് സാന്ത്വനം ഉണ്ട്, മൗനരാഗമുണ്ടും മഴതോരും മുമ്പേ ഉണ്ട്. നാളെ മഴതോരും മുമ്പേ മാത്രമേ ഉള്ളൂ. ബാക്കി സീരിയലുകളെല്ലാം തിങ്കൾ മുതൽ വെള്ളിയാഴ്ച വരെ ഉള്ളൂ. അപ്പൊ സാന്ത്വനത്തിന്റെ അപ്കമിംഗ് ആയിട്ടുള്ള ഒരു റിവ്യൂ കേട്ടാലോ? നല്ല ഒരു അടിപൊളി ഭാഗമാണ് ഞാൻ പറയാൻ പോണത്. നമ്മുടെ സാന്ത്വനത്തിന്റെ ഒറിജിനൽ റീമേക്ക് ആയിട്ടുള്ള പാണ്ഡ്യൻ സ്റ്റോർ 2ലെ ഭാഗമാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അതില് നല്ലൊരു എപ്പിസോഡ് ഉണ്ട്, അത് തന്നെ പറഞ്ഞു തരാം. അതിലിപ്പോഴും ഉദയഭാനുടെ കള്ളത്തരങ്ങളൊന്നും ആരും കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ വേറൊരു സംഭവം നടക്കുന്നുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ അനുവിന്റെ വിവാഹം ഉറപ്പിച്ചല്ലോ. അപ്പൊ ഇവര് ട്രിപ്പും കാര്യങ്ങളൊക്കെ വരുമ്പോ അനുവിന്റെ വിവാഹമാണ് ഇനി കാണിക്കാൻ വേണ്ടി പോണത്. നല്ല കുടുംബത്തിലേക്ക് തന്നെയാണ് അനുവിനെ വിവാഹം കഴിപ്പിച്ചു വിടാൻ വേണ്ടി പോകേണ്ടത്. ചെക്കൻ നല്ല ജോലിയുണ്ട്, നല്ല സ്വഭാവമാണ്. ചെക്കന്റെ വീട്ടുകാരാണെങ്കിൽ അതിനേക്കാൾ നല്ലതാണ്. അങ്ങനെ പയ്യന് അനുവിനെ വന്ന് കാണുന്നുണ്ട്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ബാലൻ പറയുന്നുണ്ട് അടുത്ത മാസം തന്നെ നമുക്ക് വിവാഹം വെക്കാന്ന് പറയാണ്. അപ്പൊ ഇവര് പറയുന്നുണ്ട് 2-3 മാസം കൂടി കഴിഞ്ഞിട്ട് വിവാഹം വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. നമുക്ക് ആദ്യം വിവാഹ നിശ്ചയം നടത്താം, പിന്നീട് വിവാഹം നടത്താന്നൊക്കെ പയ്യന്റെ വീട്ടുകാർ പറയുമ്പോ ബാലൻ പറയുന്നുണ്ട് എന്തിനാണ് നമുക്ക് വെറുതെ അത്രയും വരെ നീട്ടുന്നത്? ബന്ധം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് വിവാഹം നടത്തുന്നതല്ലേ നല്ലത് എന്ന് ബാലൻ ഇങ്ങനെ പറയുക കേട്ടോ. ആ സമയത്ത് പയ്യന്റെ അച്ഛൻ പറയുന്നുണ്ട് ആ ബാലൻ പറഞ്ഞതിന് എനിക്കും താല്പര്യം. പെട്ടെന്ന് തന്നെ വിവാഹം നടത്താൻ ഞങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് പറയാണ്. അങ്ങനെ ഒരു മാസത്തിന് തന്നെ നമ്മുടെ അനുമോളുടെ വിവാഹം നടത്താൻ വേണ്ടി തന്നെ തീരുമാനിക്കാട്ടോ. അങ്ങനെ അനുക്കും ആ ചെക്കന് ഇഷ്ടമൊക്കെ ആവും കേട്ടോ. ആലോകിനെയൊക്കെ അനു ശരിക്കും മറക്കും, ആ പഴയ കാര്യങ്ങളൊക്കെ മറന്നുപോകും. നമ്മുടെ ദേവമംഗലത്ത് വീണ്ടും പഴയ ആ ഒരു സന്തോഷം തിരിച്ചു വരുവാണ്. അങ്ങനെ കല്യാണത്തിന് അനു റെഡിയാവാണ്. എല്ലാരും കൂടി അനുവിന് നല്ല രീതിയിൽ റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. മണവാട്ടി വേഷത്തിൽ നല്ല അനു അടിപൊളിയായിട്ട് വരുവാണ്. ചെക്കനായിട്ടുള്ള കോളും കാര്യങ്ങളൊക്കെ ഇട്ടോ. അനു ആദ്യമായിട്ട് ഒരു പ്രണയം എന്താണെന്ന് അറിയുന്നത് ഈ ചെക്കൻ വഴിയാണ്. കാരണം അത്രമാത്രം പ്യുവർ ലവ് ആണ് ആ പയ്യന്റെ. അങ്ങനെ കല്യാണത്തിന്റെ രാവിലെ ആകുമ്പോഴേക്കും അലോകിന്റെ അമ്മയടുത്ത് പറയുന്നുണ്ട് ഇന്ന് അവളുടെ വിവാഹമാണ്, അവളെ സ്വന്തമാക്കി ഇവിടെ കൊണ്ടുവരണം, ഈ വീട്ടിലെ മരുമകളാക്കണമെന്നൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്. പക്ഷെ അതൊന്നും നടന്നില്ല. പക്ഷെ ഇനി നടക്കും ഞാൻ വിചാരിച്ച കാര്യങ്ങൾ. അവളുടെ വിവാഹം നടക്കില്ല. ഈ അവസാന നിമിഷത്തിൽ നീ എന്ത് ചെയ്യാൻ പോവാ മോനെ? ഇനിയിപ്പോ 1-2 മണിക്കൂർ കഴിഞ്ഞാൽ അവളുടെ താലികെട്ട് കഴിയും. അവള് വേറൊരാളുടെ ഭാര്യയാവും. 1-2 മണിക്കൂർ സമയമില്ലേമേ, അതിനുള്ളിൽ ഞാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്യും. അവളിപ്പോ അമ്പലത്തിൽ പോകാൻ വേണ്ടി പോകുവാണ്. അമ്പലത്തിൽ വെച്ചിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് അമ്മ കണ്ടോ? എടാ സൂക്ഷിച്ചു വേണം, ഞാൻ ചെയ്തോളാമേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അലോക് അവിടെ നിന്ന് പോവാട്ടോ. അനു അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അലോക് അനുവിനെ തട്ടിക്കൊണ്ടു പോകുവാണ്. അപ്പൊ മുഹൂർത്ത സമയമായിട്ടും അനു വരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ വിവാഹം മുടങ്ങി പോവാട്ടോ. ആ വിവാഹം മുടങ്ങിയിട്ട് പക്ഷെ ചെക്കനും വീട്ടുകാരും പോയില്ല. അനുക്ക് എന്ത് സംഭവിച്ചെന്ന് ആർക്കും അറിയില്ലല്ലോ. എല്ലാവരും ഇങ്ങനെ കാത്തു നിൽക്കണം. അപ്പൊ നാട്ടുകാരുടെ പലരും പറയണ്ട പെണ്ണ് ചിലപ്പോ ആരുടെ കൂടെ ഒളിച്ചോടി പോയി കാണുമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ ഗോസിപ്പും കാര്യങ്ങളൊക്കെ ഓരോരുത്തർ ഇറക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും ബാലൻ മൈൻഡ് ചെയ്യുന്നില്ല. ഇത് അവൾ എവിടെ പോയി എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന നമ്മുടെ ബാലൻ കേട്ടോ. ആ സമയത്താണ് നമ്മുടെ അലോക് അനുവിനെ തട്ടിക്കൊണ്ടു പോയിട്ട് ഒരു സ്ഥലത്ത് പാർപ്പിച്ചിരിക്കുകയാണ്. നിന്റെ കല്യാണം മുടങ്ങട്ടേടി, ഗോമതി സ്റ്റോഴ്സ് ബാലൻ നാണം കെടട്ടെ എന്ന് മാത്രമേ അലോക് വിചാരിക്കുന്നുള്ളൂ കേട്ടോ. പക്ഷെ അനു വിചാരിക്കും എന്തായാലും ഈ സമയത്ത് തന്റെ വിവാഹം മുടങ്ങി പോയിട്ടുണ്ടാവും, തന്റെ അച്ഛനും വീട്ടുകാരും നാണം കെട്ടിട്ടുണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ നാണം കെടാൻ കാരണക്കാരൻ അലോകാണല്ലോ. അലോക് ഒരു പണി കൊടുത്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അലോകിന്റെ കയ്യിലൊരു താലിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ താലി അലോക് അനുവിന്റെ കഴുത്തിൽ കെട്ടിക്കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കഥ ഉണ്ടാക്കാന്നാണ് അലോക് വിചാരിക്കുന്നത്. പക്ഷെ അനു ആ താലി തട്ടിപ്പറിച്ച് വാങ്ങിച്ചതിന് ശേഷം അത് തന്റെ കഴുത്തിലേക്ക് അനു തന്നെ കെട്ടുകയാണ്. എന്നിട്ട് വീട്ടിലേക്ക് വന്ന് പറയുന്നുണ്ട് അലോകും എന്റെ വിവാഹം കഴിഞ്ഞു എന്ന് പറയാണ്. എല്ലാവർക്കും ഭയങ്കര ഷോക്ക് ആവാട്ടോ. നമ്മുടെ ദേവമംഗലത്ത് നിന്ന് ബാലനും ഗോമതിയും നമ്മുടെ അനുവിനെ പടിയടച്ച് പിണ്ടം വെക്കുവാണ്. ശേഷം അനുവായിട്ട് ഒരു ബന്ധുവില്ലെന്ന് പറയാണ്. അനുവിനെയും കൂട്ടിക്കൊണ്ട് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അലോക് നമ്മുടെ കൃഷ്ണമംഗലത്തേക്ക് പോവാണ്. കൃഷ്ണമംഗലത്ത് പോയ അനു തന്റെ തനി സ്വഭാവം എല്ലാവരുടെ മുമ്പിൽ കാഴ്ചവെക്കാണ്. അവരെ വലിയൊരു കടക്കെണിയിലേക്ക് തന്നെ അനു തള്ളി വിടുവാട്ടോ. വേറൊന്നുമല്ല, അലോകിന്റെ ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും അലോകിന്റെ പേര് ലോണൊക്കെ എടുത്തിട്ട് അലോകിനെ കുത്തുവാളെടുപ്പിക്കുകയാണ് നമ്മുടെ അനു കേട്ടോ. പിന്നെ ആ സമയത്തൊന്നും ആർക്കും സത്യങ്ങളൊന്നും അറിയില്ല. പിന്നീടാണ് അനു വീട്ടിൽ വന്ന് സത്യങ്ങളൊക്കെ പറയണത്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടൊന്നുമില്ല, വിവാഹം മുടക്കാൻ വേണ്ടി അലോക് എന്നെ തട്ടിക്കൊണ്ടുപോയപ്പോ അവരിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടി അവൻ വെറുതെ പേടിച്ചത് താരെടുത്ത് ഞാൻ തന്നെയാണ് എന്റെ കഴുത്തിലേക്ക് അണിഞ്ഞത്. നിയമപരമായിട്ട് വിവാഹം ഒന്നും കഴിഞ്ഞിട്ടില്ല, അവനെ പണി കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്തെന്നൊക്കെ പറയാണ്. പിന്നീട് അനുവിനെ സ്വീകരിക്കുകയൊക്കെ ചെയ്യും ദേവമംഗലംകാരട്ടോ. അപ്പൊ ഈ ഒരു ഭാഗം നമുക്ക് തമിഴിലുണ്ട്. ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഭാഗമായിട്ട് ഇത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.